ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരം നടത്തി. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരം നടത്തി. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ആവശ്യമായ ഹോസ്റ്റൽ സൗകര്യമില്ലെന്നും നിലവിലെ താമസസ്ഥലത്ത് ഇഴജന്തുക്കളുടെ സാന്നിധ്യമാണെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ കണ്ടാൽ പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡാണ്. കാരണം നിറച്ച് പുഴു, വണ്ട്, ഉപ്പുമാവൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് വണ്ട. അത്ര കഷ്ടമാണ്. ഒരു സൗകര്യമില്ല. ഒരു ദിവസം ഞങ്ങൾ പഠിക്കാനായിട്ട് ആ മുറി ഓഫീസ് റൂം പഠിക്കാനായിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് തുറന്നപ്പോൾ അതിനകത്ത് പാമ്പാണ്. ഞങ്ങൾ ഇരിക്കുന്ന ചെയറിനകത്ത് പാമ്പിരിക്കുക. അതിനെ പിന്നെ വന്ന് അവിടെ അധികാരികളോട് അവിടുത്തെ മാനേജ്മെന്റിനെ അവിടെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ജനൽ തുറന്നു വിടുക, അതങ്ങ് ഇറങ്ങിപ്പൊക്കോളുന്നു. ഞങ്ങൾക്ക് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയ ആര് ഉത്തരവാദിത്വം പറയും. ഹോസ്റ്റലിൽ വൃത്തിഹീനമായ ഭക്ഷണമാണ് നൽകുന്നതെന്നും പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കുട്ടികൾ ആരോപിച്ചു. ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവരോട് പോരാനായിട്ട് ഈ മാസം അവരോട് ഇറങ്ങി പോകാനും കൂടെയാണ് പറയുന്നത്. കാരണം അവർ പൈസ കൂടുതൽ ചോദിക്കുന്നു, പക്ഷേ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും അവർ നൽകുന്നില്ല. ഭക്ഷണമാണെങ്കിൽ ഭയങ്കര മോശമാണ്. അതായത് ചെല്ല്, പുഴു എന്നിവയൊക്കെ കിട്ടുന്നുണ്ട്. എലിയുടെ ശല്യമാണെങ്കിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു സൂചനാ സമരത്തിലോട്ട് ഇറങ്ങിയിരിക്കും. ഇനി ഇതിനാവശ്യമായൊരു ഇതിനും ഈ സമരത്തിനും ഞങ്ങൾക്കൊരു സൊല്യൂഷൻ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതമായിട്ട് സമരത്തിലോട്ടാണ് പോകാൻ തീരുമാനിച്ചത്. ഇന്നാരംഭിച്ചത് സൂചനാ സമരമാണെന്നും തുടർന്ന് പുതിയ ഹോസ്റ്റലും അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്കുള്ള സമരം ആരംഭിക്കുമെന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.